സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ മുഖ്യ സ്രോതസ്സാണ് സംരംഭകത്വമെങ്കിലും വളരെ വിരളമായി മാത്രമേ സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുള്ളൂ എന്ന സംസ്ഥാന വനിതാ കമ്മീഷന്റെ പഠനം. സംസ്ഥാനത്തെ ചെറുകിട വനിതാ വ്യവസായ സംരംഭകരിൽ 63% ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന വനിതാ കമ്മീഷൻ കണ്ടെത്തി. കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ തുടക്കം കുറിച്ച സംരംഭകരിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ വനിതാ ചെറുകിട സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് 60 സംരംഭകരെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പഠനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംരംഭകരിൽ 55% സ്ത്രീകളിൽ ഭൂരിപക്ഷവും 31-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. ഇവരിൽ 63% പേരും ക്രിസ്ത്യാനികളാണ്. വെറും 5% പേരാണ് പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളത് എന്നതാണ് പഠനങ്ങളിൽ പറയുന്നത്. സംരംഭകരിൽ 88% പേരും വിവാഹിതരും APL വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. ബഹുഭൂരിപക്ഷം പേർക്കും സംരംഭകത്വം സംബന്ധിച്ച യാതൊരു പരിശീലനവും ലഭ്യമായിട്ടില്ല. 71% സ്ഥാപനങ്ങളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 83% പേർക്കും കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീ സംരംഭകർക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ മികച്ച പരിശീലനം ആവശ്യമാണ് എന്നാണ് വനിതാ കമ്മീഷൻ പ്രധാന ശുപാർശ. ഇതിനായി സർക്കാർ മുൻകൈയെടുത്ത് മികച്ച പരിശീലനം നൽകണമെന്നാണ് വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. സംരംഭക ആഭിമുഖ്യം വളർത്താനുള്ള കോഴ്സുകൾ ഹൈസ്കൂൾ തലം മുതൽ തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സർക്കാർ പുതിയ കർമ്മ പദ്ധതികളിലൂടെ പിന്തുണ നൽകണമെന്നും കമ്മീഷന്റെ ശുപാർശയിലുണ്ട്. പലിശരഹിത വായ്പകൾ നൽകുന്നതിനും ഉയർന്ന സബ്സിഡി നൽകാനുമുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കിയാൽ ധാരാളം പേർ സംരംഭകരായി മുന്നോട്ട് വരുമെന്നതും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ സംരംഭകർക്ക് ഫണ്ട് നൽകുന്ന കർമ്മ പദ്ധതിയെ കുറിച്ച് സ്ത്രീകൾക്കിടയിൽ ബോധവൽക്കരണം അത്യാവശ്യമാണ്. സംരംഭകർ തമ്മിൽ കൂട്ടായ പ്രവർത്തനം ഉണ്ടായാൽ രാജ്യത്തിനകത്തും പുറത്തും നേട്ടം കൊയ്യാമെന്നും കമ്മീഷന്റെ ശുപാർശയിലുണ്ട്. മികച്ച സാങ്കേതിക വിദ്യകളും വിപണന സാധ്യതകളും ലഭ്യമാക്കാൻ സർക്കാരേതര സ്ഥാപനങ്ങളിൽ നിന്നുള്ള പിന്തുണ അത്യാവശ്യമായി മാറിയിട്ടുണ്ട്. സ്ത്രീ സംരംഭകർക്ക് കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ പ്രത്യേക പരിശീലനം ആവശ്യമാണ്. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ തലത്തിൽ മികച്ച